ഹലോ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റൽ ഡേ ആണ് കേട്ടോ. അതായത് 9 മന്തിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഏട്ടൻ ലീവാക്കിയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ആയിട്ടാണ് കേട്ടോ പോണത്. കുഞ്ഞുങ്ങളെ റെഡിയാക്കി ഞങ്ങൾ രാവിലെ തന്നെ ഓട്ടോയൊക്കെ പിക്ക് ചെയ്ത് ഞങ്ങളങ്ങനെ പോവുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് നിവി ബേബിയാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര പുച്ഛം, പക്ഷെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്കാണെങ്കിലും നിറയെ പാടങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പഴയ പാലത്തിൻ്റെ അവിടെ പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ പുതിയ പാലത്തിൽ കൂടിയാണ് കേട്ടോ പോണത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഭയങ്കര അടിപൊളി വ്യൂ ആണ്. ഇവിടുന്ന് കുറച്ച് അധികം പോകാനുണ്ട് കേട്ടോ. അപ്പോൾ 2 ബേബീസും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓട്ടോയൊക്കെ വിളിച്ച് പോകുന്നത്. കുഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അലമ്പ് അഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അനിയത്തിനെ മേടിച്ചിട്ടാ. അപ്പോൾ നിധി ബേബി ഏട്ടൻ്റെ കയ്യിലും നിവി ബേബി അനിയത്തിൻ്റെ കയ്യിലാണ് പിരിക്കണത്. അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 ചീട്ട് എടുത്തിട്ടാ. കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ഓരോന്ന് വെച്ചിട്ട് പിന്നെ അനിയത്തിക്കും കാണിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുട്ടികളുടെ വാർഡിലാണ് ആദ്യം പോയത് കേട്ടോ. അവർക്ക് ഇഞ്ചക്ഷൻ എടുക്കാനും വെയിറ്റ് നോക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ കയറി പോവാണ്. ഇപ്പോൾ ചിരിയും കളിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയില്ല കേട്ടോ. അല്ലെങ്കിലും കുഞ്ഞു മക്കളൊക്കെ ഉള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. നമുക്കതിങ്ങനെ കണ്ടു നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഭയങ്കര സങ്കടമാവട്ടെ ഇവരുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു. 3 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. 2 കയ്യിലും അതേപോലെ കാലിലൊക്കെ ഉണ്ടായിരുന്നു. ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് നടന്നിട്ട് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അനിയത്തിൻ്റെ കൂടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഏട്ടനും കുട്ടിയും പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണിച്ചൊക്കെ കൊടുത്തിട്ട് ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നിധി ബേബിക്ക് ക്യാമറ ഭയങ്കര ഇഷ്ടമാണ്. ആൾ നമ്മളിങ്ങനെ കളിപ്പിക്കുന്ന സമയത്ത് ക്യാമറയിൽ നോക്കിയൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. വേദന കൊണ്ട് കരഞ്ഞിട്ടാണോ എനിക്കറിയില്ല. ആൾ ചെറുതായിട്ട് ഓക്കെ വരുന്നുണ്ട്. പിന്നെയും കരച്ചിലൊക്കെ ആയി. പിന്നെ ലാസ്റ്റ് ഉറങ്ങിപ്പോയിട്ടാ. അപ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്ത് കൊടുക്കാനൊക്കെ അനിയത്തി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് വെയിറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പുറത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഏട്ടനും അനിയത്തിയും ആയിട്ട് അവരങ്ങനെ വന്നു. ഇനിയിപ്പോൾ ഇനി കുഞ്ഞുങ്ങൾക്ക് മിൽക്കൊക്കെ മേടിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പോണത്. ഇഞ്ചക്ഷൻ കുട്ടികൾക്ക് എടുത്തതുകൊണ്ട് പനി വരില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇനി പനി വരികയാണെങ്കിൽ കഴിക്കാനുള്ള മെഡിസിൻസൊക്കെ ഡോക്ടർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേറെ പൊടി കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ളത് കാരണം നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഏട്ടൻ പോയിട്ടാണ് അത് മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. ഇനിയിപ്പോൾ വേറെ പരിപാടീസൊന്നുമില്ല. നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലും അതേപോലെ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നന്നായിട്ട് വിശക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടിൽ നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിച്ചാൽ മതി. അങ്ങനെ നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറുന്ന ഒരു കുഞ്ഞു വഴിയാണ് കേട്ടോ ഇത്. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി വീട്ടിൽ കയറുക, ഫുഡ് കഴിക്കുക, ഇതാണ് കേട്ടോ മെയിൻ പരിപാടി. ഇപ്പോൾ കുഞ്ഞുങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അവരിപ്പോൾ നല്ല സ്ലിപ്പ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അവരെ ഉറക്കി കഴിഞ്ഞിട്ട് പിന്നെ അവർ എഴുന്നേൽക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാമെന്ന്. കാരണം ഇഞ്ചക്ഷനൊക്കെ എടുത്തതല്ലേ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ളതിന് അത്യാവശ്യം നല്ല കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കറികൾ വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി ഐറ്റംസ്, മുട്ട വറുത്തത്, കുറേ ഉണ്ടായിരുന്നു. ഇത് സോയാബീൻ കറിയാണ് കേട്ടോ. ഇവിടെ രാവിലത്തേക്കുള്ള ഫുഡ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിക്കത്തില്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിലും രാവിലത്തെ എന്തെങ്കിലും ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കുന്നതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് കിഴങ്ങ് കറിയാണ്, മറ്റേത് സോയാബീൻ കറി, അതേപോലെ തന്നെ പച്ചക്ക ഉണ്ടായിരുന്നു, മുട്ട ഉണ്ടായിരുന്നു, ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.